എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ജൂൺ 17 വരെ ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമില്ല എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന ആ ഒരു പേജിൽ നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിവ നൽകി ചേഞ്ച് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് ഫോർഗോട്ട് ചെയ്യാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പർ എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് ഈ ഒരു പേജിൽ തന്നെ വാട്ട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് ജൂൺ 13 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ചത് ഏത് കോഴ്സാണോ ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ കുറേ കോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ഓരോ കോഴ്സുകളായിട്ട് സെലക്ട് ചെയ്ത് ഈ ഒരു ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് BA മലയാളത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് റാങ്കാണ് നോക്കുന്നത്. അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഓരോ കാറ്റഗറി. അതായത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ജനറൽ കാറ്റഗറി. അപ്പോൾ അതിൽ എത്ര ആണ് ആ ഒരു ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ഇയവ, മുസ്ലിം, LC, OBX, OBH, SC, ST, EWS അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് ആ ഒരു ഓരോ കോളേജിലും എത്ര വീതമാണ് ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഈ ഒരു രീതിയിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനും സാധിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഈ ഒരു നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ആയിരിക്കും. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഫീസ് അടക്കുക. അപ്പോൾ ഏകദേശം 900 സംതിങ് ആണ് SC ST വിഭാഗക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് 1800 സംതിങ് രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഫീസ് അടക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് ഈ ഒരു അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരാണ്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ മതി, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഹയർ ഓപ്ഷൻസ് മുഴുവൻ റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യും അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറൻസ് ആ ഒരു നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുണ്ട് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അബാർ രജിസ്ട്രേഷൻ അതായത് അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അബാർ ID നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുൻപായിട്ട് www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിലേക്കായിട്ട് അപേക്ഷാ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിശ്ചിത സർവ്വശാല ഫീസ് വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. ജൂൺ 17 ഓൺലൈനായിട്ട് ഫീസ് ഒടുക്കി
അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയുള്ള റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഓൺലൈനായി സർവ്വശാല ഫീസ് അടക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന 2, 3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. അതായത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് വരുന്ന സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതിലേക്കായിട്ട് സർവ്വശാല ഫീസ് അടക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രവേശനത്തിനായിട്ട് കോളേജിൽ ഹാജരാവേണ്ടതില്ല. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരാണെങ്കിൽ സർവ്വശാല ഫീസ് ഒടുക്കി അലോട്ട്മെൻറ്റ് ഉറപ്പാക്കിയ ശേഷം വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷന് മുകളിലുള്ളവ ജൂൺ 10 മുമ്പായിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതും അപ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.